ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണു പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാരായണീയവും വിഷ്ണു സഹസ്രനാമവും ഇവയൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ചരിത്രമുറങ്ങുന്ന കരമനയാറിന്റെ തീരങ്ങളിലൊന്നാണിത്. തിരുവനന്തപുരം ജില്ലയിലെ കൈമനം പാപ്പനംകോട് ദേശത്തെ ചിറക്കര മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ്. ശ്രീകോവിലിനുള്ളിൽ ഒരേ ഗർഭഗൃഹത്തിൽ തന്നെ കിഴക്കും പടിഞ്ഞാറുമായി ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒന്നിച്ചു കുടികൊള്ളുന്ന കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ചോളരാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന ചരിത്രരേഖകൾ പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം പഴമക്കാർക്ക് പോലും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ക്ഷേത്രത്തിന് അത്രമേൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ചോള രാജാക്കന്മാർക്ക് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സംരക്ഷണത്തിലായിരുന്ന ക്ഷേത്രം ഒടുവിൽ പ്രശസ്തമായൊരു നമ്പൂതിരി കുടുംബം ഏറ്റെടുക്കുകയും പൂജാവിധികൾ തുടർന്നു പോന്നു എന്നതുമാണ് വായ്മൊഴികളിലൂടെ അറിഞ്ഞുവരുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രകഥകൾ ഓർത്തെടുക്കുന്ന പ്രദേശവാസികൾ പറയുന്നത് ഒത്തിരി കാലത്തോളം ക്ഷേത്രത്തിൽ പൂജാവിധികളൊന്നുമില്ലാതെ ജീർണാവസ്ഥയിൽ കിടന്നിരുന്നുവെന്നാണ്. 1972 കാലഘട്ടത്തോടെ പ്രദേശവാസികൾ ക്ഷേത്രം ഏറ്റെടുക്കുകയും പൂജാവിധികൾ പുനരാരംഭിക്കുകയും ചെയ്തതോടെ ക്ഷേത്രമണികളുടെ താളത്തിൽ വീണ്ടും പുഴയൊഴുകി തുടങ്ങി. അങ്ങനെ ശൈവ വൈഷ്ണവ സ്തുതിഗീതങ്ങൾ ഈ ദേശവാസികളുടെ ആത്മസങ്കീർത്തനങ്ങളാവുകയും ചെയ്തു. നഗരഹൃദയത്തിൽ തന്നെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം ഏതൊരു തീർത്ഥാടകന്റെയും മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും കുളിർമയുള്ളതാക്കി ശാന്തിയുടെ അപാര തീരങ്ങളിലേക്ക് നയിക്കും. ശാന്തമായ മനസ്സിൽ നിന്നു തന്നെയാണല്ലോ പ്രാർത്ഥനകളുടെ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്നത്. സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ഓരോ തന്മാത്രകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് പ്രേമം അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത്. ഈ അറിവുകൾ നൽകുന്ന ആനന്ദ നിർവൃതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം. അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനവുമൊക്കെ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് ഓരോ നിമിഷങ്ങളിൽ പോലും ഈശ്വരൻ നമ്മിൽ നിറയ്ക്കുന്ന വിശ്വപ്രേമത്തിന്റെ പൊരുൾ മനസ്സിലാകുന്നു. കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. വിശേഷാൽ പൂജകളും ഉത്സവങ്ങളും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ചടങ്ങാണ് കർക്കിടക വാവുബലി. ആയിരങ്ങളാണ് കർക്കിടക വാവിന് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നത്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള നേർച്ചകൾ ഈ പുഴയുടെ തീരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. വിഷ്ണു പൂജകളാണ് ആദ്യം. ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം നാലമ്പലമാകെ പരക്കുമ്പോൾ ഭക്തജനങ്ങൾ ആത്മനിർവൃതിയോടെ പുണ്യദർശനത്തിനായി നിലയുറപ്പിച്ചു. തിരുവാറൻ മുളയും തിരുവൻവണ്ടൂർ തൃക്കൊടിത്താനം അമരും ഭഗവാനേ കൃഷ്ണ അമരും ഭഗവാനേ. മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം. വിഷ്ണു പൂജ കഴിഞ്ഞാൽ ശിവനടയിൽ ദീപാരാധനയായി. നാമനാമ പ്രവാഹം
ഗരുഡവാഹനം തന്നില്ലമരും കൃഷ്ണ ഭഗവാനേ. ദേവപൂജിതം ദേവവന്ദിതം നാമനാമപ്രവാഹം ഗരുഡവാഹനം തന്നില്ലമരും കൃഷ്ണ. ശ്രീകോവിൽ തുറന്നു. സുന്ദരരൂപനായ ഭഗവാൻ ഭക്തമാനസങ്ങളിലേക്ക് ശാന്തിയുടെ പുഞ്ചിരി നിറച്ചു. ആനന്ദവേളയാണിത്, മോക്ഷനാദമാണിത്. ഭക്തരുടെ ആത്മാവിന്റെ സരസുകളിൽ ഭഗവാന്റെ അവതാര രൂപങ്ങൾ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ആത്മാക്കളും വിശുദ്ധമായി ഭഗവത് പാദങ്ങളിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും പുണ്യമാർന്നതാകുന്നു.